ചുമ്മാ അണ്ണാ എടാ എടാ ഇപ്പൊ ഒമികളിലുള്ള മൊത്തം പിള്ളേര് കിച്ചുവിനെ അറിയാവുന്നൊക്കെയാണോ വന്ന് ചോദിച്ചത്? അണ്ണ എല്ലാരും ഐഡിയ ഉണ്ട് അണ്ണ. കിച്ചു- ഞാൻ കിച്ചു- അണ്ണന്റെ അനിയനെന്നാ പറഞ്ഞത്. അണ്ണന്റെ അനിയനാ? ഏതണ്ണന്റെ? എടാ പൊലയാടികളി എന്നെ വിറ്റ് ജീവിക്കില്ലേ? ചുമ്മാ അണ്ണ, ഞാൻ അണ്ണന്റെ പേര് പറയാം. അണ്ണനൊക്കെ പേര് പറഞ്ഞ അവര് ഏത് കൂത്തരെന്ന് ചോദിക്കണം. ആണല്ലേ? അത് നന്നായി നന്നായി. ഇങ്ങനെ പരിചയപ്പെടാതെ നന്നായി. ഇത് ബാബ ഞാൻ പറഞ്ഞില്ലേ, ഒരു 4 വർഷം മുമ്പത്തെ ഞാനാണിത്. കറക്റ്റതാണ്, 4 വർഷം മുമ്പത്തെ ഞാൻ. അണ്ണാ തിരുവനന്തപുരത്ത് വരപ്പോ വിളിക്കാതെ വിളിച്ചില്ലല്ലോ അണ്ണാ. എടാ ഞാൻ തിരക്കായി പോയടാ. എന്താ ഞാൻ അണ്ണനെ തേടി ബാലരാമ മൊത്തം അടിച്ച് ഇറങ്ങി അന്ന്, അറിയാമോ? ബാലരാമപുരത്ത് എന്നെ തേടി ഇറങ്ങിയത് ആരെ അണ്ണൻ മറ്റേ ശ്രീമാന്റെ ചേട്ടന്റെ കല്യാണം എന്ന് പറഞ്ഞ അവിടെ മൊത്തം കറങ്ങിയിട്ട് കല്യാണം മണ്ഡപം കണ്ടുപിടിച്ചില്ല അണ്ണ. ഒരു വാക്ക് പറഞ്ഞാണ് അമരവള എന്ന് പറഞ്ഞോണ്ട് അമരവള മൊത്തം അടിച്ചറിയാം, അറിയാമോ? എന്ത് പറയാനാ. ഇപ്പൊ പെണ്ണൊക്കെ ഉണ്ടോ? 4 കല്യാണം കഴിഞ്ഞല്ലേ? അതൊന്നും വിഷയമില്ല, അതൊക്കെ പോയി. അപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെ അണ്ണാ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വളയ്ക്കണോ. അതും കാണുമ്പോ ആ കുട്ടി ചോറ കഴിച്ചോന്ന് ചോദിക്കണം. അതിൽ വീഴും പറഞ്ഞ് കുട്ടിയുടെ ചിരി ഭയങ്കര രസമുണ്ട് കേട്ടോ, ഏതാ ചിരി? അത് അണ്ണൻ കുഴയണം അങ്ങ് കിടന്ന്. കുട്ടി വിളിച്ച് ചിരി നുടക്കുഴി കണ്ടപ്പോ ഇതെല്ലാം അടിവയറ്റില് മഞ്ഞുള്ള രാത്രി ഇതൊക്കെ പറയണം. എന്നിട്ട് പറയണം കുട്ടി സിംഗിളാന്ന് ചോദിക്കണം. നമ്മള് സിംഗിളാണെങ്കിൽ സിംഗിൾ എന്ന് പറയും. കുട്ടി സിംഗിൾ അല്ലേ? ഞാനും സിംഗിൾ, റെഡി ടു മിംഗിൾ എന്ന് പറയണം. അപ്പൊ കുട്ടി ചിരിച്ചു കാണിക്കും. ചിരിച്ചു കാണിക്കുമ്പോ പറയണം കുട്ടിയെ കാണാൻ ഒരു ബേബിയുടെ ലുക്ക് ഉണ്ട്, ഫേസ് ലുക്ക് ഉണ്ട്, ക്യാൻ ഐ കോൾ യു ബേബി എന്ന് പറയണം. 2015 നടന്ന കാര്യമാണ് നീ പറയട്ടണ്ണ, ഇനിയുണ്ട്. നീ അമരവിളയുള്ള സർട്ടിഫൈഡ് കേട്ടാ, സർട്ടിഫൈഡ് ചന്ദ്രൻ. പിക്കപ്പിൽ പറഞ്ഞ് തീർന്നില്ലണ്ണ. എന്നിട്ട് പറയണം ഇംഗ്ലീഷിലുണ്ട് എ ബി, എന്റെ പേര് സ്കൂബി, നീ ഓക്കെ പറ നീ എന്റെ ബേബി എന്ന് പറയണം. അത് കൊള്ളാല്ലേ ബാബ, അത് പിന്നെ കുഴപ്പമില്ലായിരുന്നല്ലേ. എന്നിട്ട് വേണം ഒരു കൂളിംഗ് ഗ്ലാസ്, നിന്റെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് ക്യാമറയിൽ കാണിക്കണം. ഫസ്റ്റ് ഇങ്ങനെ കാണിക്കണം. അപ്പൊ അവരെന്താ ഇതെന്താന്ന് ചോദിക്കണം. അപ്പൊ അവര് പറയും കൂളിംഗ് ഗ്ലാസ് എന്ന് പറയാം. അപ്പൊ ഇത് കൂളിംഗ് ഗ്ലാസ്സിൽ എനിക്ക് ഇതൊരു അപ്പൂപ്പൻ തന്നതാണ്, ഇതുവഴി നോക്കി നിന്റെ ഫ്യൂച്ചർ കാണാൻ പറ്റും എന്ന് പറയണം. ഇതുവഴി നോക്കിയപ്പോ നിന്റെ ഫ്യൂച്ചർ കണ്ട് നീ ഇത് വെച്ച് നോക്കപ്പോ നിനക്ക് എന്താ കാണണേന്ന് കേൾക്കണം. അപ്പൊ ആ കുട്ടി പറയും നിന്നെ കാണണം. അപ്പൊ പറയണം യെസ് ഓഫ് കോഴ്സ് ഐ ആം യുവർ ഫ്യൂച്ചർ എന്ന് പറയാം. അത് കൊള്ളാല്ലേ ഞാനിപ്പോ തെറ്റി. ഇത് കൂളിംഗ് ഗ്ലാസ് നിന്നെ കാണിച്ചു, ഇതെന്താന്ന് ചോദിക്കുക. ഇതെന്താന്ന് ചോദിക്കാം. ഞാൻ പറയാം ഇതൊരു കൂളിംഗ് ഗ്ലാസ്. അപ്പം പറയണം എന്റെ അപ്പൂപ്പ, ഇത് എന്റെ അപ്പൂപ്പ എനിക്ക് കൊച്ചിലെ. അങ്ങനെയല്ല, പറ്റി തെറ്റിപ്പിക്കലാണ്. ഇത് സാധാരണ കൂളിംഗ് ഗ്ലാസ് അല്ല, ഇത് അപ്പൂപ്പന്മാരെ കാലം തോറും കൈമാറി പറഞ്ഞതാണ്. ഇതുവഴി നോക്കിയാൽ നമ്മുടെ ഫ്യൂച്ചർ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പൊ ഇതുവഴി നോക്കിയപ്പോ എന്റെ ഫ്യൂച്ചറിനെ എന്നെ കണ്ടു. അപ്പൊ കുട്ടിയുടെ ഫ്യൂച്ചർ കുട്ടിയെ കാണണോന്ന് ചോദിക്കണം. അപ്പൊ കുട്ടി പറയാന്ന് പറയണം. ഏച്ചി ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അപ്പൊ പറയാൻ കുട്ടിയെ ചോദിക്കണം ഇതുവഴി എന്താ കാണണേന്ന് ചോദിക്കണം. അപ്പൊ കുട്ടി പറയും നിന്നെ കാണണം എന്ന് പറയും. അപ്പൊ അഫ്കോഴ്സ് ഐ ആം യുവർ ഫ്യൂച്ചർ എന്ന് പറയണം. എന്നെ കണ്ടില്ലല്ലോ, കണ്ടില്ലെന്ന് പറഞ്ഞാലോ? അത് ഏക്കോന്ന് അറിയടാ, ഞാൻ ഇപ്പം കണ്ടുപിടിച്ച് പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണം, കുട്ടിയുടെ അച്ഛൻ ബോക്സറാണെന്ന് ചോദിക്കണം. അല്ല, അപ്പൊ കുട്ടി പറയും അല്ലെന്ന് പറയും. പിന്നെ എങ്ങനെയാ നീ നിന്റെ ഐ വെച്ച് എന്നെ നോക്ക് ഔട്ട് ചെയ്തേന്ന് കേൾക്കണം. കൈയല്ല, ഐ കണ്ണ്. വേറെ ഉണ്ട്, വേണോ? ഇനിയുണ്ട്, ലിസ്റ്റ് എടുക്കട്ടെ. അച്ഛനെ ബോക്സർ ആക്കിയത് അവളല്ലേ ബോക്സറാണ്? അത് ഹാൾ ടിക്കറ്റ് അണ്ണാ. ഇതിനെ പരീക്ഷ എഴുതുമ്പോ നമ്മൾ കണ്ടുപിടിച്ചതാ. ഐ വിൽ കാനോട്ട് ടെറൈസ് യു എന്ന് പറയണം. ഫസ്റ്റ് ഇങ്ങനെ പറയാം, കുട്ടിയെ കണ്ടപ്പോ തന്നെ യു ആർ ഫിക്സ്ഡ് ഇൻ മൈ ഹാർട്ട് എന്ന് പറയണം, ഹാർട്ട് എന്ന് പറയണം. എന്നിട്ട് പറയണം എന്നിട്ട് ഇങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം. എന്തെങ്കിലും പറഞ്ഞാ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയണം. എന്നിട്ട് പറയണം കുട്ടിയെ എന്റെ ഹാർട്ടിൽ ഫിക്സ് ആയി, എഴുതിപ്പോയി, എത്ര മാച്ച് കളയാൻ പറ്റില്ലെന്ന് പറയണം. അപ്പൊ എന്തേലും ചോദിക്കാം. അപ്പൊ ബിക്കോസ് യു ആർ ഫിക്സ്ഡ് ഇൻ മൈ ഹാർട്ട് എന്ന് പറയണം.
പോരാ പോരാ, ഞാൻ സൺഗ്ലാസിന് ട്രൈ ചെയ്തിട്ട് വരാം. നീ ഇവിടെ തന്നെ കറങ്ങിക്കേ. കണ്ണാടി പുരി ഒക്കെ അല്ലേ? അല്ലെങ്കിൽ അവള് ബോക്സർ എന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പാട്ട് പാടുന്ന ട്രൈ ചെയ്ത് നോക്ക്. ഇവനെ ബോക്സർ എന്ന് പറഞ്ഞ ട്രൈ ചെയ്തു. ആദ്യം നമുക്ക് ബോക്സർ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അതല്ലേ ബോക്സർ നീ ഒന്ന് നമ്മുടെ ട്രൈ ചെയ്താണ് എനിക്കൊന്ന് അറിയാൻ പറ്റിയില്ലേ. എടാ എന്ത് പറയും നീ? എടാ കുട്ടി ബോക്സർ ആണോ ചോദിക്കും. അവളേക്ക് എന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കും. അപ്പൊ പറയും കുട്ടിയുടെ ആയി കൊണ്ട് തന്നെ സെറ്റ് ആയി. കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, നമുക്ക് കുട്ടി എന്ന് പറയാം. ആ കുട്ടിയുടെ അച്ഛൻ എന്തിനാ പറയുന്നേ? അത് അവര് കുട്ടിയുടെ അച്ഛൻ വേണ്ട, കുട്ടി മതി. കുട്ടി മതി നമുക്ക് കുട്ടിയെ പോരെ. നീയല്ലേ மச்சு மச்சம்பி மச்சம்பி அத்திம்பேல் சொல்லுங்க அத்திம்பேல். தமிழ் என்ன? உங்க பேர் என்ன? என் பேரு நரேனானு. நரேனானு. ஓகே. லைவா பேர் என்ன? என் பேரு லிங்கேஷன். லிங்கேஷ். ஏய் லிங்கேஷ் ஏரிகா லிங்கேஷடா எரும மாடே. ஏரிகா லிங்கேஷ். ஏய் லிங்கேஷன். ஏய் ஏரிகா லிங்கேஷடா நீ. ஏரிகா லிங்கேஷடா. ஏரி என்ன? ஏரிகா லிங்கேஷ். ஆமாடா. காம்படிஷன் போனியா? காம்படிஷன் போனா காம்படிஷன். இதுக்கு அப்புறம் போறோம். மிஸ்டர் இந்தியா போறோம். ஓகே. ஸ்ட்ரீமா. நோ நான் ஸ்ட்ரீம் இல்ல, நீ ஸ்ட்ரீமா? ஜோக்கர். ஓ உன்னோட சேனல்ல பேர் என்ன? போடுறேன் சப்ஸ்கிரைப் பண்ணி வெச்சுக்கோ. ஓகே. എനിക്കൊരു കുഞ്ഞു ചാനൽ இருக்கு. கொஞ்சம் சேனல் இருக்கா? என்ன கொஞ்சம் சேனல்னா எவ்வளவு இருக்குமா? இவ்வளவு കുഞ്ഞു ചാനൽ. ഒരു ചാനൽ പേര് നരി. നരി. சரிடா மச்சான். கேட்டுடா. നരി. ശരിടാ. கேட்டுடா. നരി. കൊട്ടേരി നരി. നരിയാണ് അവൻ. നരി എന്ന് പറയാൻ പറ്റില്ല. മീസേമുറുക്ക് സിനിമയിലെ അവൻ. അതുകൊണ്ട് വേറെ മറ്റേ ഗില്ലി സീനിയറിനെ അടിച്ചിട്ടാക്കടാ. അതിന് അയ്യോ അത് വിഷയം എന്നെ തൊട്ടിട്ടാങ്ങടാ. അതില് മറ്റവനാണ് കോമഡി. മറ്റില്ല ഏറ്റവും വലിയ സീനിയർ എന്ന് പറഞ്ഞ നടക്കുന്നത് 800 പടം കഴിയണ്ണ. ആദ്യം തമ്പിയണ്ണ എനിക്കപ്പോ ഞാൻ കൊറേ റീവാച്ച് സത്യമില്ല. ഞാൻ ഭയങ്കരമായിട്ട് റീവാച്ച് ചെയ്തിട്ടുള്ളൊരു പടം അതാണ്. ഐശ്വര്യക്കേടാണ്. മാഡൻ സ്ക്വാഡ് അതല്ലേ. ഇതിപ്പം ബോക്സറൊന്നും നടക്കില്ല. 10 ഏതേ ഉള്ളല്ലോ. ഇപ്പൊ എന്ത് പറ്റി? ഒറ്റ മനുഷ്യരില്ലേ? മൊത്തം തമിഴ്നാട് എത്തിയില്ലടാ നീ ഇപ്പൊ. ഇപ്പൊ ഞാൻ ടാഗ് ഒന്നും ഇടാതാണ് ഇത് ഫുൾ തമിഴ്. ഇന്നലെ എന്നെ ചോദിക്കണ പോയി പിടിച്ച് എന്തിന് കടലിൽ പോയത് വിളിച്ചിട്ടുണ്ടോ? കടലിൽ പോയേക്കാന്ന് പറഞ്ഞു. കടലിൽ പോയി മലന്ന് കിടക്കായിരുന്നു. നോക്കിയപ്പോ സൈഡിൽ ഒരാൾ അതിന്റെ സമയായി കേട്ടോ. പേടിച്ചു. പാട്ടൊക്കെ നടക്കണ പാട്ടൊക്കെ ഇട്ട് കടലിൽ കിടക്കായിരുന്നു. ഞാനാ കിച്ചു കിച്ചു നീ തന്നെ ആടാ. വാസന്റെ ഡിസിയിലാടാ. ഹലോ എന്താടാ ഇത്? എടാ ഈ തമിഴന്മാര് ഫുള്ളുണ്ട്. ഹലോ എടാ ഈ തമിഴന്മാര് ഫുള്ളുണ്ട്. ഹലോ ഇതെന്താ തമിഴ്? തമിഴന്മാര് ഫുള്ളുണ്ടല്ലോ. ഈ ഇതിലാ പെമ്പിള്ളാരെ ടാഗിലോട്ട് പറഞ്ഞു എല്ലാം. ഒരു പയ്യൻ പോയനേട്ടാ. എന്റെ ചങ്കൊന്ന് ഇടിച്ചു. ഹലോ പാവന്റെ ബാഗിൽ കയറി കാണാം. എടുത്തോ. ഉണ്ണി ബി എസ് എടുക്കാൻ വന്നല്ലേടാ കണ്ണാപ്പി. എന്തോ ഹായ്
ഞാൻ ചാക്കോ ചൂരക്കാരൻ ചാക്കോ സിറ്റിയിലുള്ള ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. സുഖാണാ? സോ എന്തേരടി ഇല്ലാത്തോണ്ട് ഒമികള് തന്നെയല്ലേ? സിറ്റി ഇല്ല ഓമേകള്. ഓക്കെ ഓക്കെ ഞാനേ ചാനൽ തരാം. ഓക്കെ ഞാൻ ചെക്കൗട്ട് ചെയ്യാം ഇത്. ആ, എന്നാ. പിന്നെ നമ്മുടെ സാംകേൻ അറിയോ നിനക്ക് സിറ്റിയില? ഇല്ല 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 സാംകി ആരാ? സിറ്റി ഉള്ളതാ. നമുക്ക് അതാ. ലോറയുടെ കൂടെ ഉള്ളത്. ആ ഓക്കെ 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 അവന്റെ ചാനൽ ഇതാണ് ഡ്രാഗൺസ് വെന്യൂ. ഓക്കെ പിന്നെ എന്നാണ്ട് പരിപാടി? സുഖമായിട്ടിരിക്കുന്നു. സിറ്റിക്കാരല്ല? ആ സിറ്റി ഇല്ലല്ലോ അല്ലേ? സിറ്റിയില്ല അത് ചുമ്മാ ഒമികള് ഗ്ലാസിന്റെ കൊറേ കഥ മറയല്ലേ? എനിക്കൊന്ന് 1-2 മാസത്തിന് ശേഷം ഒമികള് കേറുന്നേ ഇന്ന്. എന്നിട്ട് എങ്ങനെയുണ്ട്? കൊഴപ്പില്ല. ആരെങ്കിലും എയർലാക്കാൻ കിട്ടിയ? ഇല്ല കണ്ടന്റ് നമ്മള് കണ്ടന്റ് ഒന്നും ഇടാറില്ലല്ലോ ഒമികള്. ഇല്ല പക്ഷെ പിന്നെ ആൾക്കാർ ഇടാറുണ്ടല്ലോ, വെട്ടിടാറുണ്ടല്ലേ? നമ്മുടെ ഇടയില് വേറെ ഇടാറുണ്ടല്ലോ. അപ്പൊ പോട്ടെ. ഓക്കെ ശരി കാണാം. ബോബോയ് കിട്ടിയാ കിട്ടടാ. ഞാൻ മറ്റേ സ്പൈഡർമാൻ റീമാസ്റ്റർഡ് കളിച്ച് ഞാൻ കളിച്ചോണ്ടിരിക്കാം. ഞാൻ പ്രൊഫൈലുണ്ട്. എടാ കിച്ചുനെ ട്രാക്ക് ചെയ്യടാ. അത് മറ്റേ അവൻ നേരത്തെ സൺഗ്ലാസിന്റെ ഒക്കെ പറഞ്ഞ ഹലോ വേറെ വീസിലാണ് പോയിരിക്കണം വലിക്കാൻ പറഞ്ഞ വേറെ വേറെ വാസണ്ട് വിസി എന്ന് പറഞ്ഞ് വേറെ ഏതോ വിസി പോയിരിക്കട്ടാ. ഹലോ നിന്റെ പിക്കപ്പ് ലൈന് പറഞ്ഞു കൊടുക്കാനായിട്ട് ആരെയും കിട്ടിയില്ലടാ. ആരും കിട്ടുന്നില്ല. ശബ്ദം ഇങ്ങനെ എന്താണ് ഇത്? എന്താണ് മൈക്ക് മാറി കിടക്കുക? ആ ഡിസ്കോഡിലെ സെറ്റിംഗ്സ് പോയി മൈക്ക് മാറ്റ്. എന്തിനു പറയാനെന്ന് പറ. സെറ്റായോ? നിന്നെ കണ്ടതിന് ശേഷടാ നിന്നെ കാണുന്നതിന് മുമ്പ് എനിക്ക് ഒടുക്ക തരണമായിരുന്നു. നിന്റെ തലവെട്ടം കണ്ടതിന് ശേഷം പറഞ്ഞതിന് ശേഷം നിന്റെ ഇരിക്കുന്ന മനസ്സിലായോ? നമ്മളെ ഇരിക്കുന്നത് മറ്റേ എല്ലാ പെമ്പിള്ളാരും വരാത്ത മറ്റേ കട്ട മാവന്മാരും ചട്ടി കോണായി. എന്താ പരിപാടി? പരിപാടി ഒന്നുമില്ല. ലൈവാണോ? ആ ലൈവാണ്. ഞാൻ അവിടെ കണ്ടോണ്ട് എത്ര പയ്യന്മാര് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്ത് ലൈവോ? ആ ഓ എവിടെ കാണുന്ന ലൈവ്? ഞാൻ ലൈവ് ഉണ്ടെന്ന് പറഞ്ഞ എന്റെ അടുത്ത്, അതുകൊണ്ട് കേറിയത് ഞാൻ. ഓ നീ ലൈവോ? അല്ലല്ല ചെക്കന്മാര്. ഏത് ചെക്കന്മാര്? ഞാൻ ഇപ്പൊ വരുന്ന ചെക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ അവന്മാര് പറഞ്ഞു ലൈവ് ഉണ്ട്, കേറ്. നിന്റെ ഫാൻസ് ആളിയാ. സുഖാണോ? സുഖം. എവിടെ? ഞാൻ ചുമ്മാ ഇരിക്കുന്നവിടെ. ലൈവാണ്. ലൈവാ നമ്മടെ കള്ളാ. എന്താ പഠിക്കാണോ? ഞാൻ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞു. കൊച്ചു പയ്യൻ. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. എന്താ ചലഞ്ചാ? ചലഞ്ചിലുള്ള ചുമ്മാ കയറിയ അതിപ്പോ ഇറങ്ങും. പോട്ടെ ഓക്കെ. ശബ്ദം എന്താടാ മറ്റേ? എനിക്ക് ബീഡിനെ ഓർമ്മ വന്നു. നമ്മുടെ ബീഡിനെ കുറച്ചുകൂടെ ഇപ്പൊ എല്ലാം മൊത്തം ഇപ്പൊ കൂടുതൽ തമിഴന്മാരാണോടാ? ഏടാ അവനോട് ചോദിക്കേ. അല്ല ഞാൻ പറഞ്ഞുതരാം. ഹലോ ഒരു പിക്കപ്പ് മല്ലു കേരള മലയാളം കുരുവി മറ്റേ പെണ്ണല്ലേ സിറ്റിയിലുള്ള? ആ അവളെന്റെ കൂട്ടുകാരിയാ. എന്നെ കേട്ടാ അറിയാവക്ക്. ആ കുരുവി തെറ്റാ വരുമോ?
ഒരു കുക്കറിന്റെ ഒക്കെ ഇട്ട് വരും. കുക്കർ എന്ന് പറഞ്ഞ ഒരുത്തി ഇതിന്റെ അകത്ത് എപ്പോഴും ഇരിക്കണം. അപ്പൊ അവൻ എല്ലാ പിള്ളേരെയും അറിയാം. അവന്റെ കുക്കറിന്റെ ടാഗ് ഇട്ട് ഇഷ്ടം പോലെ വരുമായിരുന്നു. അളിയാ ഇത് അടി അതൊക്കെ അടി അടി, അടി. എടാ ഞാൻ ഇവിടെ അടക്കടിച്ച പെമ്പിള്ളേരൊന്നും വരത്തില്ല. ഏതോ പെമ്പിള്ളേരെ കുക്കറും കുരുവൊക്കെ അടിച്ചു വരുന്നത് ഉള്ള ടാഗ്. അടിച്ചിട്ടുണ്ട്. കുരുവിന്റെ ഫാൻസ് ആയിട്ടുണ്ടാവും. എടാ കുരുവിന്റെ ഫാൻസ് പെമ്പിള്ളേരായിരിക്കും, ആമ്പിള്ളേരായിരിക്കില്ലേ? ഗേൾസ് ഫാൻസ് എടാ ഗേൾസ് ഫാൻസ് പെമ്പിള്ളേർ ഫാൻസ് ഒന്നും ഇല്ല. അതൊക്കെ ചുമ്മാ കാര്യമുണ്ട്, അവൻ പറഞ്ഞ കാര്യമുണ്ട്. അതൊക്കെ ചുമ്മാ ഒരു ഇതാണ്, മനസ്സിലായത്, ഒരു മിത്താണ് അതൊക്കെ. അതായത് ഈ പാവ അതിന് ബാക്കിൽ പാവ. അണ്ണ ഒന്നെണ്ണ ഒരു പിള്ളേരും ഇല്ലാത്ത അണ്ണാണ്ണന്റെ ഇതില്. വരും വരും കുറച്ച് വരും, നിന്നെ വരും. കാണുന്നതിന് മുമ്പേ വന്നു കുറെ എടാ നീ വരുന്നതിന് മുമ്പേ മൊത്തം പെമ്പിള്ളേരായിരുന്നു, മനസ്സിലായ? അണ്ണ എന്റെ അടുത്ത് കൊച്ചു പിള്ളേര്. ഇതൊക്കെ സത്യം വന്നായിരുന്നു. നിക്കില്ലല്ലോ. ഓ അങ്ങനെ അത് വിളിച്ച ചമ്മോന്ന് എനിക്കറിയാം. എന്താടാ പൊമ്മോല ഉണ്ടാ? ബൊമ്മയാ? ആ എടുത്ത് ഫ്രണ്ടിൽ വെച്ചോണ്ടിരിക്കും. അങ്ങനൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ചോണ്ടിരിക്കാറുണ്ട് ഹാർട്ടിന്റെ. ഡീമൻ അല്ലേ വന്നിട്ട് പോയ ഡ്രസ് ഇവളറി ഞാൻ പറഞ്ഞുതരാം. അവളെ പേരറിയാം എനിക്ക്. പറഞ്ഞുതരാം. എന്റെ കൂട്ടുകാരെ ഇവിടെ ആരെന്ന് പറഞ്ഞു. ഞാൻ അവളെ വിളിച്ച് ഒന്നുകൂടെ കേറാൻ പറയാം. അറിയാം, നിന്നറിയാട്ടോ, നിന്നറിയാം. ഹലോ ഹായ്. പേരെന്താ? ഞാൻ വിചാരിച്ചില്ല. എന്ത്? നിന്നറിയാം. പേര് സ്വീറ്റി. സ്വീറ്റി. യെസ്, ഓക്കേ, നൈസ് നെയിം, നൈസ് നെയിം. ഐ ആം സ്വീറ്റി. എന്താ എന്നെ കണ്ടപ്പോ ഇത് ഇങ്ങനെ മറഞ്ഞത് ഇങ്ങനെ? എനിക്കറിയാം നീ സ്ട്രീമിംഗ് അറിയാം, പക്ഷെ ഞാനോ ശ്രീവറോ? അതെ, അറിയാവോ? അത് കണ്ടിട്ടുണ്ട്, പക്ഷെ പേരറിയില്ല. സുഖല്ലേ? സുഖം തന്നെ. ഫുഡൊക്കെ കഴിച്ചോ? അല്ല പേരെന്താ? എന്തോ ഇത്ര കോമൺ ക്വസ്റ്റ്യൻ വേണ്ട. പേരെന്താ? പേര് ദേവദത്ത്. അല്ല മനസ്സിലായില്ല. പേര് ദേവദത്ത്. ദേവദത്തൻ? ദേവദത്തനല്ല, ദേവദത്തൻ. അല്ല ചാനലിന്റെ പേരെന്താ? ശരിക്കും ദേവദത്തനല്ല, ലിംഗേശൻ. എവിടെയാണ് ചാനലിന്റെ പേരുണ്ട്. വേണ്ട കണ്ണാപ്പി. അയ്യോ അയ്യോ അയ്യോ. അവിടെയാണോ ഇംപ്രഷൻ പോയത്? കോൾ എടുക്കടാ. സ്ട്രീമിങ്ങിന്റെ ഇടയിൽ നമ്മൾ കോൾ എടുക്കാറില്ല. ഓക്കേ ഓക്കേ. I'm too introverted. അണ്ടിൽ അമ്മ അച്ഛനെ വിളിക്കാതെ വേറെ ആരും കോൾ എടുക്കാറില്ല. ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാ. ഞാൻ ഇന്നും മേക്കപ്പ് ഇല്ലാതെ കുറച്ച്. ഈ ഇൻട്രോവേർട്ട് എന്തിനാണ് ഇത്? ഇപ്പൊ എത്ര പേരാ കാണുന്നറിയോ? 1000 പേര് കാണുന്നുണ്ട് ഇവിടെ ലൈവില്. Hey guys, please welcome back to the channel. I don't know what I'm saying. Okay. By the way, my name is Sweetie. My name is Sweetie. Okay. Like, share and subscribe to this channel, guys. എന്താണ് ഇന്റർവ്യൂ മോഡിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നല്ലേ? മൈ നെയിം ഈസ് സ്വീറ്റി. I am blabbering, that I know. Because എനിക്ക് കുറച്ച് പേടിയാ ആൾക്കാര് തെറ്റിദ്ധരിക്കുന്നു. So basically I'm not a Mallu. പിന്നെ എവിടെയാണ് ഇപ്പൊ കറങ്ങി? UK, US? അല്ല ഇപ്പൊ കണ്ണൂർ. കണ്ണൂര് ജനിച്ചപ്പോ മല്ലു അല്ലേ? അതും മാറ്റിയോ? ജൻസിക്കാരെ അതും മാറ്റിയോ? ഞാൻ പഠിച്ചത് കണ്ണൂരില. അപ്പം മലയാളിയല്ല? പിന്നെ തെലുങ്കു ആണോ? ഓ ഇവിടെ കണ്ണൂർ എവിടെയാ? എല്ലാം ഞാൻ അഡ്രസ് മേടിച്ചു തരാം കുട്ടികളെ. ഞാൻ ലൊക്കേഷൻ എല്ലാം മേടിച്ചു തരാടാ. ഞാൻ പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ച് ആൾക്കാരനെ അറിയാം. ഹിയർ ഇൻ ഒമേഗ some people know me. അത്ര മതി. Anyway, have a nice day. Nice to meet you. I will subscribe, like. Okay, bye bye. Bye. അണ്ണാ ഇപ്പൊ ഒരു പെണ്ണ് വരും കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞു വിടുന്നതായിട്ട് പെണ്ണോ? ഞാൻ വരട്ടെ. നീ എന്തിനാ പറഞ്ഞൊക്കെ വിടുന്നത്? അല്ല പറഞ്ഞു വിട്ടല്ലേ, ഞാൻ പറഞ്ഞ കുട്ടി പോലുള്ള ലൈവിൽ സ്കിപ്പ് അടിച്ചു ഞാൻ കണ്ടു. എന്തിനാ സ്കിപ്പ് അടിച്ചു പോയി? ഇവന്റെ പിടിപാടൊക്കെ കണ്ടോടാ. കമ്മ്യൂണിറ്റി കൊണ്ട് മച്ചാൻ വിട്ടുപോയി.
അവൻ എത്ര വർഷമായടാ അവന് ഞാൻ അണ്ണാ, എനിക്ക് 5 ഇഷ്ടംപോലെ 4 ഒരു ഐഡിയ 5 ഉണ്ടെണ്ണാ. മാസം എല്ലാരും പേരും മറന്നു ആ കിച്ചു വരാ എടാ കിച്ചു നീ മറ്റേ അപ്പൊ live ഇടുമ്പോ എല്ലാരും വിളിച്ച് കയറ്റോടാ. എന്താ? കുറച്ച് വ്യൂസ് കയറ്റാൻ വേണ്ടി എല്ലാരും വിളിച്ച് കയറ്റും. Correct. കൊള്ളായിരുന്നല്ലേ സ്കൈ ഇഷ്ടപ്പെട്ടായിരുന്നല്ലേ എന്റെ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്നറിയോ ഇൻസ്റ്റയില്? സ്കിപ്പ് അടിക്കൂടാ. എന്നെയോ പിന്നെ എന്റെ മാമനെയാ. ആ ഇത് ചെവി പോന്നേ പെയ്യ സംസാരിക്കേ ഞാൻ ഇങ്ങനെ സംസാരിക്കാം. എന്നെ ഇൻസ്റ്റ കാണാൻ അങ്ങനെ വഴിയില്ലല്ലോ. ധനുഷിന്റെ ലൈവ് വന്നിട്ടില്ല. ധനുഷ് അതാരോ ധനുഷ് ചിമ്പു ചിമ്പു. അല്ലല്ല ധനുഷ് കയറാൻ മറ്റോ ധനുഷ് ആരാ? ഉറപ്പായിട്ട് പറഞ്ഞ മറ്റേ പയ്യൻ ധനുഷ് ആരാണ്? റാപ്പ് Okay. പാടിയിരുന്നത്. ആ റാപ്പ് പാടുന്ന മറ്റേ അവർക്ക് ഭയങ്കര അഹങ്കാരോടിയാ. നമ്മളൊക്കെ ആരടേ ആ, ഇവിടെ എന്നെ skip അടിക്കൂടാ. അവളെ കകാകാരാ ഞാൻ. ഞാൻ തെറി വിളിച്ച് വിട്ടുന്നാള് എന്നെ സ്കിപ്പ് അടിച്ചപ്പോ. ചീത്ത കളിക്കല്ലേ കിച്ചു. പിള്ളേരെ ചീത്ത അവിടെ പെമ്പിളാരെ ചീത്ത വിളിക്കലടാ. അണ്ണാ എന്നെ തിരിച്ച് വിളിച്ചണ്ട ഇങ്ങോട്ട്. അപ്പൊ വിളിച്ചോ അപ്പൊ വെച്ചങ്ങ് വിളിച്ചോ അപ്പോ അപ്പൊ വിളിച്ചോ ഫുൾ പെർമിഷൻ. എന്നിട്ട് എന്റെ അടുത്താണെങ്കിൽ മറ്റേ ഒരു മൂഞ്ചിയ ഒരു ഇത് ഇട്ടിട്ട് പോയി. ഇതെന്താ ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ വിടോ പിറ്റേ ദിവസം കിട്ടി വച്ച് കൊടുത്തില്ല നീട്ടി. വീട്ടിയ ഇവളാര് ഇപ്പൊ വന്നിട്ട് ഇവളാര് ഇവിടെ മറ്റേ ഐശ്വര്യ റായ്ക്ക് ഇല്ലാത്ത ജാടയാണ് ഇപ്പൊ കണ്ടിട്ട് പോയത്. വലിയ പ്രശ്നം അതിനൊക്കെ പറയാ. അവള് പറഞ്ഞ അമ്മച്ചീന്ന് വിളിച്ചവര് പറയലുണ്ടല്ലോ അവളെ. പച്ചപ്പൂ ഞാൻ സാരം പറയില്ല അത്. സാരംഗ് തന്നു. അതെ സാരംഗ്. അല്ലല്ല ഇത് ഞാൻ വേറെ 12 മണിക്കൂർ ഇന്നാള് ഇട്ടെണ്ണാ. സാധനം കാണും. 12 12 മണിക്കൂർ ഇട്ടോ? മണിക്ക് വിട്ടപ്പോ ഒരു 4 വട്ടം കറണ്ട് പോയി. കട്ടായി അങ്ങനെ 12 മണിക്കൂറായി. ധനുഷ് ഇതാണ് ഇവനെ എവിടെയാണോ പറഞ്ഞത്? നിന്റെ പേരല്ലേ ധനുഷ്? അതെ. നിന്റെ കണ്ടന്റ് എന്നെ ഏതോ ഒരു പെണ്ണ് കണ്ടെന്ന് പറഞ്ഞു മറ്റേ വലിയ പ്രശ്നമൊക്കെ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡ്. നിന്റെ കണ്ടന്റ് എന്നെ ഏതോ ഒരു പെണ്ണ് കണ്ടെന്ന്. എന്റെ കണ്ടില്ല. ആ ഞാൻ നിങ്ങളുടെ ഇട്ടുണ്ട്. അത് എപ്പോ ഇട്ടതാണ്? അതാ അത് കണ്ടെന്ന് പറഞ്ഞ ഏതോ ഒരു പെണ്ണ് വന്നിപ്പോ പറഞ്ഞു. എടാ പെണ്ണ് പിടിയാ. നിങ്ങൾ പോലും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ധനുഷ് എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. നീ ഇടയ്ക്ക് പാവയുടെ കറിയിലിട്ട് ഇടയ്ക്ക് സോഫിയൊക്കെ ഉണ്ടായിരുന്നല്ലേ? കണ്ടായിരുന്നു ഇടയ്ക്ക്. ഓ അതൊക്കെ അറിഞ്ഞൂലേ. അതൊക്കെ നമ്മള് കണ്ടേ കണ്ടടാ. നമ്മുടെ അല്ലാതെ കാണത്തൊന്നുമില്ല. തങ്കനാടാ ഞാൻ. അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. അതത്രേ ഉള്ളൂ. ഞാൻ ചെറുതായിട്ട് ലൈവ് തുടങ്ങി. അപ്പൊ നീ ഇത്ര നേരം ലൈവ് ഇല്ലായിരുന്നോ? അപ്പൊ ഇല്ല. അപ്പൊ ചുമ്മാ ഈ ഹെഡ്ഫോൺ വിളിച്ച ആളെ പറ്റിക്ക് ഇറങ്ങിയ റെക്കോർഡിങ് റെക്കോർഡിങ് മാത്രമായത്. ഇപ്പൊ ലൈവ് തുടങ്ങി ചെറുതായിട്ട്. കിച്ചു എന്ന് പറഞ്ഞൊരു പയ്യനില്ലേ മറ്റേ? അറിയാം. അവോ ഇന്നും വന്ന് കൊണയാ. അവൻ വന്ന മറ്റേ എന്തോ അവൻ ഇപ്പൊ വലിയ എന്തോ ഒമികൾ സ്റ്റാറാന്ന് പറഞ്ഞു. ഞാൻ വെച്ച് പറഞ്ഞ് അവന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലല്ലേ? ഉള്ളാരില്ലേ? അവൻ ഇപ്പൊ ഈയിടെയായിട്ട് ഇങ്ങനെ കേറി വരുന്നുണ്ട് ചെക്കെ. അതാ അവന്റെ ആറ്റിറ്റ്യൂഡ് ഇപ്പൊ ഇച്ചിരി ശരിയല്ല അല്ലേ? പാവമാണ് ചെക്കെ. അല്ലല്ല അവന്റെ ആറ്റിറ്റ്യൂഡ് ഇപ്പൊ കൊടുത്തു വിട്ടേ. അവൻ ഇവിടെ വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടാ. വീട്ടിലുണ്ടാ? പക്ഷെ അറിയാലോ. അപ്പൊ പോട്ടെ. പാവം പിടിച്ചവനാടാ ഈ ധനുഷ് എന്ന് പറഞ്ഞത്. ഞാൻ ഉമ്മികള് കേറിയ സമയം തൊട്ടേ ഇവ കണ്ടിട്ടോണ്ടിരിക്കുന്നതല്ല. കൺസിസ്റ്റൻസി ഇപ്പൊ എല്ലാം സെറ്റായി. എടാ കിച്ചു എടാ എത്ര സബ്ബാടാ നിനക്ക്? 6K. ദുബായ് പാം ജുമേറ area. What? Bro, your voice is breaking, bro. Bro, your voice is breaking. You don't have internet connection, bro. Which Dubai you live? Bro, I live in my Dubai, bro. I live in my Dubai. My Dubai, bro. Bro, first you recharge your net speed to 100 MB per second. Then you come in Omega. Bye, bro. Net. Hi, Kannabi bro. Hi.
സ്കിപ്പ് അടിച്ചോണ്ടാണ് ആയി പറഞ്ഞ. എന്തൊരു കഷ്ടം അത് പറ. നമ്മുടെ മൗസ് കൊണ്ടാണ് ആ എസ്കേപ്പിൽ പിടിക്കാതി പോവങ്ങ്. എടാ ഞാൻ എനിക്ക് കീബോർഡ് ഇങ്ങറ്റം ഇരിക്കുന്നത്, എന്റെ വലിയ കീബോർഡാ. എനിക്ക് mouse ആണ് കുറച്ചുകൂടെ അങ്ങനെ കീബോർഡ് മാത്രമുള്ളതാ വലുത്. കീബോർഡില് വേറെ സാധനം വലുതുണ്ട്, നിനക്ക് വായി വെച്ചിട്ടെ ശ്രീയെ. എനിക്കതിന് ഇല്ലല്ലോടാ. ഹലോ വേറെ വലിയ സാധനമൊന്നും. ആരാണ് ഇത്? കഷ്ടം കാണിച്ചു തന്നിട്ടോ. ഞാൻ പറട്ടെ, നീ ആ പിക്കപ്പ് ലൈവ് വന്ന്. ഹലോ സിഗ്മ പേര് സിഗ്മ. ഞാൻ കുട്ടിയുടെ ഞാൻ ഒരു മെന്റലിസ്റ്റ് ആണ് കുട്ടി. ഞാൻ അങ്ങനെ വഴി കാണാൻ വഴിയുണ്ട്. അല്ല മല്ലി പൊട്ടാറ്റോ മല്ലു പൊട്ടറ്റോന്നല്ല, നീ പറ. ഞാനൊരു റോക്സി. കാണുണ്ട്. ഞാൻ ഇതൊരു റോക്സി അറിഞ്ഞൂടാ. മെന്റലിസം ഒക്കെ ചെയ്ത് ഇത് കിച്ചു കിച്ചു അറിഞ്ഞൂടാ. ഞാനൊരു മെന്റലിസ്റ്റ് ആണ്. ഞാൻ can I guess your name? ആഗസി. ആ ഓക്കെ കുട്ടി, ഇങ്ങോട്ട് നോക്ക് ഐ കോണ്ടാക്ട്. മറ്റേ ലെറ്റർ കുറെ പറയണം. ഓക്കെ കുട്ടിയുടെ ഫസ്റ്റ് ലെറ്റർ ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ഉണ്ട്. ഓക്കെ ഇനി അടുത്ത വെയിറ്റ് ഒന്നുകൂടെ കൊണ്ടുവന്നേ. ആ ഓക്കെ ലാസ്റ്റ് എന്നാണോ ചോദിച്ചത്? അടുത്ത പേര് അടുത്ത ലെറ്റർ മൈൻഡിൽ കൊണ്ടുവന്നേ. കിച്ചു പേരെന്തായിരുന്നു ഇവിടെ? സിഗ്മ. ഓക്കെ ഇനി ഫുൾ നെയിം റിപ്പീറ്റഡ്ലി റിപ്പീറ്റഡ്ലി മൈൻഡിൽ പറഞ്ഞോണ്ടിരുന്നേ. ലാസ്റ്റ് MA വെച്ചല്ലേ തീർന്നെന്ന് ചോദിക്കും. ലാസ്റ്റത്തെ രണ്ടക്ഷരം MA അല്ലേ? അതെ സിഗ്മ എന്നല്ലേ പേര്? നീ കുറച്ചുകൂടെ അതെ. പാട്ട് പാടും. അത് വേണ്ട അറിയാൻ ഞാൻ വേണേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ലൈക്ക് ഹോബീസോ അങ്ങനെ കുട്ടിയുടെ ഹോബി. കുട്ടി മെയിൻലി അമ്മയുടെ പേര് ഗസ് ചെയ്യൂ. അമ്മയുടെ പേരാ? ഹലോ അമ്മയുടെ പേര് ഗസ് ചെയ്യാനോ? നോക്കട്ടെ, അത് ചിലപ്പോ വർക്ക്ഔട്ട് ആവത്തില്ല. അമ്മ IP അഡ്രസ് അമ്മയ്ക്കില്ലല്ലോ അല്ലെ, എനിക്ക് മാത്രല്ലേ ഉള്ളൂ. IP അഡ്രസ്സോ? പിന്നെ IP അഡ്രസ് ഇല്ല. ഓക്കെ അമ്മ നേരെ നോക്ക്, ക്യാമറയ്ക്ക് നോക്ക്. അമ്മ ക്യാമറ നോക്കിട്ട് അമ്മയുടെ പേര് മനസ്സിലൊന്ന് ആലോചിച്ച അമ്മ. അമ്മയുടെ പേര് മനസ്സിലാലോചിക്കാ. ഫസ്റ്റ് ലെറ്റർ ഓക്കെ അമ്മയുടെ പേര് അതില് നേരെ നോക്കിട്ട് ആലോചിക്ക്. ഓക്കെ അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഒന്ന് ആലോചിച്ചേ. ആദ്യത്തെ അക്ഷരം ആലോചിക്ക്, മനസ്സിലാലോചിച്ചു. ഇത് ചിലപ്പോ ആക്യുറേറ്റ് ആവാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാല് എല്ലാവർക്കും ഇത് വർക്ക്ഔട്ട് ആവത്തില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യുവാണ്. ഓക്കെ ഇനി അമ്മയുടെ പേര് ഫുൾ നെയിം ആയിട്ട് മനസ്സിൽ ആലോചിച്ചേ. ഫുള്ള് പേര് ആലോചിക്ക് റിപ്പീറ്റഡ്ലി. അമ്മയുടെ പേര് ആലോചിക്ക്. സിന്ധു എന്നാണോ? അല്ല, പക്ഷെ ഫസ്റ്റ് ലെറ്റർ സെയിമാ. അതാണ് സിന്ധു കൊണ്ടുവന്നത്. സംഗീത എന്നല്ലോ? സംഗീത അല്ല, സിന്ധു ആണോ? ഇനി പറയണ്ടോ, ഇനി പുഴുക്കും. ഇല്ല ഞാൻ വിട്ടുതന്നു. ഇത് ഗസ് ചെയ്യാൻ നടന്നില്ല. കഴിവ്. എടാ നീ ലൈവ് അല്ലേ? നിന്റെ ലൈവിൽ ആരെങ്കിലും എന്റെ പേര് പറഞ്ഞിട്ടുണ്ടാവും. നെവർ. ലൈവ് അല്ല, ലൈവ് നീ ശരി, നിനക്ക് പേജ് ഉണ്ടാ? എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ. പറയ്. അമ്മയുടെ പേര് പറഞ്ഞില്ല. അമ്മയുടെ പേര് ഷെർലി. ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂല. ഇച്ചിരി പാടാ. അങ്ങനെ അതൊക്കെ ഇച്ചിരി പാടുള്ള പേരാ. അത് കിട്ടാൻ പറ്റില്ല. ഇത് നീയാ? ഓ വെറുതെ അല്ല കണ്ടിരിക്കുന്നേ. എന്താ ഈ ടോവിനോടെ കൂടെയുള്ള പോഡ്കാസ്റ്റ് ആ സാധനായിരിക്കും. പോഡ്കാസ്റ്റ് ചെയ്യാറുണ്ടെന്നോ? പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഒമികളും ചെയ്യാറുണ്ട്. യൂട്യൂബിലില്ലേ? ചാനൽ ഉണ്ടോ യൂട്യൂബില്? ഉണ്ട്, ചാനലുണ്ട്. എന്തെന്നാ ചാനലിന്റെ പേര്? അത് കാണിക്കല്ലേ?
ലൈവ് ആണെന്ന് നീ ലൈവ് അല്ലേടാ? ഞാൻ live ആണ്. യൂട്യൂബില് ലൈവ് അല്ലല്ലോ. അല്ല ഞാൻ ആ, ലൈവ് അല്ല, വെറുതെ അല്ല അപ്പൊ. ഞാൻ ലൈവ് ഒന്നും അല്ല. ദേ എടുത്തു നോക്കിയോ, ദേ ഇതാണ് എന്റെ ചാനലിന്റെ പേര്, ലൈവ് ഇടുന്നില്ല, എടുത്തു ആ നോക്കിയോ. ശരിയാണ്, യൂട്യൂബ് ലൈവ് അല്ലല്ലോ, അപ്പൊ കുഴപ്പമില്ല. ജർമ്മൻ കണ്ണാപ്പി. സിഗ്മയെക്കാട്ടി കൊള്ളാടി. എടീ, അമ്മ എന്താണ് സിഗ്മിക്ക് ഒരു കുഴപ്പം? ഞാൻ കണ്ണാപ്പി കണ്ടോണ്ട് പറഞ്ഞതാ. കണ്ണാപ്പിക്ക് എന്താ അപ്പൊ ഒരു കുഴപ്പം? അല്ലേ കണ്ണാപ്പി? എന്നാലും നമ്മളിങ്ങനെ കളിയാക്കൂലേ? അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലുള്ളവര് ഞങ്ങള് കളിയാക്കല്ലേ സിഗ്മ എന്ന് പറഞ്ഞു. ആ അതുണ്ട്. എന്റെ പേര് എനിക്ക് പണ്ടത്തെ പോലെ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റാറില്ല ആരോട്. അതാണ് പറഞ്ഞത്. അതാണ് പ്രശ്നം. ഇപ്പൊ കണ്ണാപ്പിക്കൊക്കെ ഡിമാൻഡ്സ് കൂടുതലാ. ഓക്കെടാ. എല്ലാം സെർച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാൻ. ആ ഓക്കെ. ആ ഓ അതിനിപ്പോ സ്കിപ്പ് ചെയ്യേണ്ടി മീൻസ് ഇതാക്കേണ്ടി വരും, ഡിസ്കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ അപ്പം എന്നാ ബൈ സിഗ്മ, ബൈ, സീ യു. ബൈ ഓക്കെ ബൈ. അപ്പഴേ അമ്മയെ വിളിച്ചു. റെഡി ആയി പോയി എന്നാ. അമ്മയോട് ചൂമ്പിച്ചെണ്ണ. എനിക്കാണ് ഈ കൊച്ചൊന്ന് ഐ കോണ്ടാക്ട് ഇട്ടപ്പോ ചിരി വരുന്നു മാമ. ഇതിനൊക്കെ ഒന്ന് നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ആർക്കറിയാതെ ചിരി വരാത്തത്. സത്യം കേസ് അണ്ണ ഡൈ ചെയ്തതാ. വെട്ടിക്കളഞ്ഞു. ഹലോ ഹലോ നെറ്റ് പോലും ഇല്ലാതെ കൊറേ എണ്ണം. കാട്ടിന്റെ അകത്തൊക്കെ ചിലരെല്ലാവരും കണ്ണാ നീ കുനിയുമ്പോ എന്തിനും പൊക്കി കഴിക്കാന്ന് ഇങ്ങനെ പറയടാ. അണ സ്കിപ്പ് അടിക്കാൻ കണക്കിലിരുന്നോ കേട്ടോ, അല്ലെങ്കിൽ അവനിക്ക് അടുത്ത് അങ്ങ് ഇട്ട് തരും. എനിക്ക് വിഷുവിന്റെ അന്ന് കണി കിട്ടിയതാ. എന്താടാ? ഹലോ അത് സംഭവം എന്ന് പറഞ്ഞാലേ എടുത്തിട്ട് 17 വയസ്സായ ചെക്കന്മാരാ. Bro, I know bro, I saw you bro in Instagram. Bro, உன்னை தேடி கேரளா ஆக்சுவலா நான் பாத்திருக்கேன். ஈகிள் கேமிங் கூட சம்திங் நிறைய வாட்டி பாத்திருக்கேன் bro. Big fan bro. Thank you bro, thank you means a lot bro. From where? I'm from Coimbatore bro. Coimbatore, okay. Bro, why you Just like doing makeup? Steaming. Okay bro, nice. Taking content bro. Good job. Thank you so much bro. Okay bro, okay. Nice to meeting bro. Thank you bro, thank you. Continue bro, continue. Yeah, Bye. thank you. See you bro. ഇവനെ എനിക്കറിയാം. ഇന്നലെ എനിക്ക് സൂപ്പർ ചേച്ചി എന്താ സ്വീറ്റേഴ്സ് അങ്ങനെ സൂപ്പർ ചാറ്റ് ചെയ്ത ആള് ആരാ ഉള്ളത് ഇതിലിപ്പോ? നമുക്കൊക്കെ തമിഴ്നാട്ടിലും എനിക്കും വാസുണ്ടൊക്കെ എങ്ങനെ തമിഴ്നാട്ടിലും. ഹലോ സാറാ പേര് പറയില്ലേ? എങ്ങനെ അറിയാ? മെന്റലിസ്റ്റ് ആയിട്ട് മൂക്കൊണ്ടല്ലേ സംസാരിക്കാൻ മെന്റലിസ്റ്റ് ആണോ ചേട്ടാ? ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് എന്നെയോ? വീഡിയോസിലൊന്നൊന്ന് എന്നെ കാണാൻ വഴിയില്ല. കണ്ടുണ്ട്. ആണോ? വർക്ക് ചെയ്യണ കൊച്ചിയില് വീട് വയനാട്. സ്ട്രീമറാണോ ഏട്ടൻ? ഞാൻ സ്ട്രീമറാണ്. പ്രശ്നമുണ്ടോ? പരിചയല്ലേ? എവിടെ കണ്ട പരിചയം? സുഖം. കുട്ടി എവിടെ നിൽക്കുന്നത് ഗസ് ചെയ്യട്ടെ. എന്നുള്ള രീതിയില് കുട്ടി ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് എന്താണ്? ലൈക്ക് മൈൻഡ് റിപ്പീറ്റ് ഉണ്ടോ? കൊച്ചി. എന്താ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം വേണോ അതോ ഈ അറിയപ്പെടുന്ന സ്ഥലം വേണോ? അല്ല കുട്ടി എന്നുവെച്ചാൽ കുട്ടി എവിടെ താമസിക്കുന്ന അത് അറിയപ്പെടുന്ന അതല്ല മെയിൻ സ്ഥലം പറയണം. മെയിൻ സ്ഥലം ഇപ്പൊ പറയാണ്. ഇപ്പൊ തിരുവനന്തപുരം ആണെ തിരുവനന്തപുരം, ആലപ്പുഴ അങ്ങനെ. ഓക്കെ ഓക്കെ. മൈൻഡില് ഐ കോണ്ടാക്ട് ആണ്. ഓക്കെ എന്നിട്ട് എനിക്ക് ഐ കോണ്ടാക്ട് കണ്ടിന്യൂ നോക്കാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് കാരണം വിചാരിക്കില്ലേ. കുട്ടി മൈൻഡില് ഇത് റിപ്പീറ്റില് ഇങ്ങനെ ആലോചിക്കും സ്ഥലത്തിന്റെ പേര്. ഓക്കെ. ഫസ്റ്റ് ലെറ്റർ ആലോചിക്കും. ലാസ്റ്റ് ലെറ്റർ ആലോചിക്കും. ഫസ്റ്റ് ലെറ്റർ കെ. ബാക്കി കെ അല്ലേ ഫസ്റ്റ് ലെറ്റർ? ബാക്കി അല്ലേ? ബാക്കി മനസ്സിലാലോചിക്കും. എനിക്ക് ഏതാന്ന് കൺഫേം ചെയ്യാനാ. കൊച്ചി. അങ്ങനെ പറയണ വീട്
അതൊക്കെ നമ്മൾ മെന്റലിസ്റ്റല്ലേ ഐ പഠിച്ചല്ലേ. കോണ്ടാക്ട് പറഞ്ഞിട്ട് ഐ കോണ്ടാക്ട് താൻ എന്റെ കണ്ണി നോക്കിയില്ലല്ലോ. വയനാട് വയനാട്. ഞാൻ പറയാം, കുട്ടി ഇപ്പൊ കറങ്ങി നിൽക്കുന്ന സ്ഥലമല്ലേ കൊച്ചി? കുട്ടിയുടെ വീട് എവിടാന്ന് ഞാൻ ഗസ് ചെയ്തട്ടെ. അത് കുട്ടി മൈൻഡിൽ ആലോചിച്ചോ. ഐക്കോണ്ടാക്ട് മൈൻഡിൽ പള്ളിയിലൊക്കെ പറന്നു പോണ പോലെ. ഫസ്റ്റ് ലെറ്റർ ഓരോരോ ലെറ്റർ ആയിട്ട് ആലോചിക്കേ. അത്യാവശ്യം ലോങ് ആണോ? ഓക്കെ, ഫസ്റ്റ് ലെറ്റർ മാത്രം ആലോചിക്ക്. സെക്കൻഡ് ലെറ്റർ ആലോചിച്ചേ. തേർഡ് ലെറ്റർ ആലോചിച്ചേ. കുട്ടി വയനാട്ടിലെവിടാ? നമുക്കറിയാത്തൊക്കെ ഉണ്ടോ? കുട്ടി ഹോസ്പിറ്റൽ മറ്റേ ബില്ലിങ്ങിൽ ഇരിക്കൂല, അതാണ് ചെയ്യണേ ഇപ്പം. ജോലി ചെയ്യാ അതിന്റെ പേര് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ. അതും കൂടെ ചെയ്യും. ജോലി കുട്ടിയുടെ ജോബും ഗസ് ചെയ്യാം. ഓക്കെ, കുട്ടി എന്താണ് ജോബ് എന്താന്നുള്ള ഇതൊന്ന് മൈൻഡിലൊന്ന് ആലോചിച്ച് ആലോചിക്ക. എന്ത് ഫീൽഡിലാന്ന് ആലോചിക്കും. ഇപ്പൊ എഞ്ചിനീയർ ആണ്, എഞ്ചിനീയർ അങ്ങനത്തെ എന്ത് ഫീൽഡിലാന്ന് അത് മാത്രം ഒന്ന് ആലോചിക്കും. ഓക്കെ, ഹോസ്പിറ്റൽ ഫീൽഡിലാണല്ലേ? ഓക്കെ, ഇനി കുട്ടി വർക്ക് ചെയ്യുന്ന ഫീൽഡ് എന്താ ഇനി ആലോചിച്ചേ. ഓക്കെ, റിപ്പീറ്റ്ലി അതിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ഓക്കെ, സെക്കൻഡ് ലെറ്റർ, തേർഡ് ലെറ്റർ, ഫോർത്ത് ലെറ്റർ. ഫാർമസിസ്റ്റ് ആണോ? നമുക്ക് ഇതൊക്കെ ഏജ് 19 ആണെന്ന് തോന്നുന്നു. എന്താണ് കുട്ടി വെള്ളം അടിക്കും. വെള്ളം അടിക്കുന്നതാ എന്തിനാണ് പറയണ? എന്താ കുട്ടി ജെട്ടൽ മാറില്ലേ സാറാ? മൂക്കൊണ്ടാണ് സംസാരിക്കണ കുട്ടി. ബോഡി ഷേമിങ് ചെയ്യണല്ലേ, അതുകൊണ്ട് എല്ലാരും കളിയാക്കണതാ. അപ്പൊ ആരെങ്കിലും ചേട്ടനെ പറ്റി എന്തെങ്കിലും കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ മനസ്സിൽ വിചാരിക്കുന്ന ചേട്ടൻ കണ്ടുപിടിക്കത്തില്ലേ? അതൊക്കെ കണ്ടുപിടിക്കാം. അങ്ങനൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അവര് മനസ്സിലായോ ഭയങ്കര ഇതെന്നൊക്കെ പറഞ്ഞ കോമൺ ആയിട്ടുള്ള അവരുടെ മൈൻഡ് റീഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മള് എന്താണ് ഓരോ ലെറ്റർ ഇതൊക്കെ പഠിക്കുന്ന വെച്ചാൽ ഓരോ ലെറ്റർ പറയുമ്പോഴത്തേക്ക് കണ്ണിലൊരോ അനക്കമൊക്കെ വരും, നമ്മുടെ ചുണ്ടിലൊരോ ചെറിയൊരു മൈന്യൂട്ട് അനക്കം വരും. അത് നമ്മൾ ശ്രദ്ധിച്ച് അങ്ങനെയുള്ള ഒരു പരിപാടി. അത് എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ അതിൽ ചെറുതായിട്ട് മനസ്സിലാകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവില്ല. ഒരാളുടെ മൈൻഡ് വായിക്കാൻ പറ്റും. അല്ല ഞാനേ കുട്ടിക്ക് ഇൻസ്റ്റാ ഐഡി അയച്ചു തരാം, നോക്കിയാ മതി. ഇൻസ്റ്റാ ചാനലും ഉണ്ട്. നോക്കിയാ ഇൻസ്റ്റ നോക്കിയാ മതി. അല്ല ഇത് കണ്ട ഫോളോ ആക്കണേ. ഓക്കെ അണ്ണാ എന്നെ അറിയാൻ ചോദിക്കണ. എന്താ എനിക്കറിയാം ചെറുപ്പം കണ്ടാ ആണല്ലേ? ഇവിടെ 800 പേര് ലൈവ് കാണുന്നുണ്ടായിരുന്നു കുട്ടി. ഇവിടെ എല്ലാം എണ്ണം കൂടെ കുട്ടി എന്തിനാണ് ഐഡി ഇട്ടത്? ഇപ്പൊ എല്ലാം എണ്ണം കൂടെ ചറ പറയാതെ അങ്ങോട്ട് തുടങ്ങും. ലൈവിലെ ഐഡി കാണും. ഞാൻ ഐഡി ഇട്ടിട്ടുണ്ട്. ആര് ഫോളോ അല്ലേ? മോശമാണേ. ഇല്ല ഞാൻ ഐഡി ചെയ്തേക്കാം. ലൈവിൽ ഐഡി ഇട്ടുണ്ട്. പറയണ്ടേ ചേട്ടാ? ഞാൻ ലൈവ് ആദ്യമേ പറഞ്ഞല്ലോ. 800 പേരൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ സംഭവം എനിക്ക് അറിയത്തില്ല. കാരണം അല്ലല്ല യൂട്യൂബിലല്ല വേറെ പ്ലാറ്റ്ഫോമില്ല. യൂട്യൂബിലല്ല. പിന്നെ ഏത് പ്ലാറ്റ്ഫോം? കിക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമില്ല. അപ്പൊ സാറാ പോയിട്ട് വരട്ടെ. ശരി ചേട്ടാ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. കിളി പറപ്പില് പാടിയില്ല.